ചാലിയാർ തീരത്താണ് നമ്മുടെ തേക്ക് തോട്ടം ഉണ്ടാക്കിയത്. ചാലിയാർ തീരത്താണ് ചാലിയാറിലെ തേക്കുകൾ കൊണ്ടുപോയിട്ടാണ് ഈ കോഴിക്കോട് ബേപ്പൂരിലെ തുറമുഖങ്ങളെയും ചാലിയ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ കല്ലായിയെയും ഡെവലപ്പ് ചെയ്തത്. ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് ചാലിയാറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രസിദ്ധമായ കനോലി ഉണ്ടാക്കിയത്. അങ്ങനെ കനാൽ ഉണ്ടാക്കി, കനോലി തോട്ടം ഉണ്ടാക്കി, അങ്ങനെ ഇവിടേക്ക് റെയിൽവേ ലൈൻ ഉണ്ടാക്കി, ഇവിടേക്ക് പാലങ്ങൾ പണിത്. കാട്ടിനകത്തൊക്കെ ബ്രിട്ടീഷ് പാലങ്ങളുണ്ട് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലബാറിലെ ആദ്യത്തെ നിർമ്മിതികളൊക്കെ നിലമ്പൂരിലേക്ക് വരാനുള്ള കാരണം ഈ വെള്ളമാണ്. ഇവിടെ ബിർള കമ്പനി വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഭക്ഷണം കഴിച്ചത് ബിർളൻ്റെ ഗോഡൗണിൽ നിന്നാണ്. അത് ഫോറസ്റ്റ് സ്റ്റേഷൻ ആയതിന് മുന്നേ അവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ടായിരുന്നു. G എന്നും R എന്നും ആ ഗേറ്റ് കഴിഞ്ഞാൽ 5 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. ഗോളിയോ റയോൺസ് എന്ന്. എന്തിനാണ് റയോൺസ് ഇവിടെ വന്നതെന്ന് അറിയോ? ഈ മനുഷ്യർക്ക് വസ്ത്രം കിട്ടിയത് റയോൺസ് വന്നപ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ തുണി കുപ്പായവും ഉണ്ടായത് പൾപ്പിൽ നിന്നാണ്. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് പരുത്തിയിൽ നിന്നായിരുന്നു. കൈകൊണ്ട് ചർക്ക, ഗാന്ധിജിൻ്റെ ഒക്കെ ആ ശൈലിയിൽ പരുത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും വസ്ത്രം കിട്ടുക എന്ന് കണ്ടപ്പോഴേ ശാസ്ത്രം എന്ത് ചെയ്തു? നല്ല വസ്ത്രം ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ ഉണ്ടാക്കി. അങ്ങനെയാണ് മാവൂരിലെ കമ്പനി വന്നത്. പക്ഷെ മാവൂരിൽ എന്ത് ചെയ്തു എന്നറിയോ? കമ്പനി ഗോളിയോ റയോൺസിലെ ആവശ്യത്തിന് ഇതിലെ മൊത്തം മുളയും മുറിച്ചു. യൂക്കാലി തോട്ടം, യൂക്കാലി അരച്ച് കുഴമ്പാക്കി, മുള അരച്ച് കുഴമ്പാക്കി ഉണ്ടാക്കിയതാണ് തുണി കുപ്പായം. അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചാലിയാറിൻ്റെ തീരത്ത് ഗോളിയോ റയോൺസ് വന്നത്. എന്തിനാണ് പുഴ തീരത്ത് വന്നത്? അതിൻ്റെ ഒന്നാമത്തെ അസംസ്കൃത വസ്തു മുളയേക്കാളും വെള്ളമായിരുന്നു, ശുദ്ധജലം. അങ്ങനെ ശുദ്ധജലം മലിനപ്പെട്ടിട്ടാണ് റയോൺസ് അടച്ചുപൂട്ടിയത്. ആ കമ്പനിക്കെതിരെയുള്ള സമരമാണ് ആദ്യത്തെ പരിസ്ഥിതി സമരം. സാലം വാലി സമരത്തെക്കാളും മുന്നേ ചാലിയാർ സമരം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിലമ്പൂരിൽ ഇരുന്നിട്ട് ഇതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വസ്ത്രം കളയുമ്പോഴും നമ്മൾ വസ്ത്രം ധാരാളം വാങ്ങുമ്പോഴും ഒരു പുഴയോ കാടോ തകരുന്നുണ്ടാകും. അപ്പോൾ വസ്ത്രങ്ങൾ കളയുന്നതും വേസ്റ്റാണ്, വസ്ത്രങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടുന്നതും ഒരർത്ഥത്തിൽ വേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വസ്ത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തും പരസ്പരം ഇട്ടും ഇല്ലാത്തവർക്ക് കൊടുത്തൊക്കെ സഹകരിക്കണം. അപ്പോൾ കൊണ്ട് വരുന്നു എന്നറിയോ? ഞാനിതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഇതിനോടുണ്ടായിരുന്ന അസംതൃപ്തിയാണ് ഈ കാണുന്നത്. ഈ മനുഷ്യർ ബീച്ചിലായാലും വേസ്റ്റ് ഇടുന്നു, കാട്ടിലായാലും വേസ്റ്റ് ഇടുന്നു, ഒക്കെ ഒരുപോലെയാണ്. കാട്ടിലും ഇതൊക്കെ കാട്ടിലേക്ക് ഒഴുകിപ്പോയാൽ, കാട്ടിൽ നിന്നും ബീച്ചിലേക്ക് ഒഴുകിപ്പോയാൽ കടൽ മലിനപ്പെട്ടാൽ ഒരു ജയറാണ്. ജയർ എന്ന് പറഞ്ഞാൽ ചുഴിയാണ്. ഇവിടെ ചാലിയാറിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു മിഠായി കവറ് ചാലിയാറിലെ അറബിക്കടലിലെത്തും. അറബിക്കടലിന് അതങ്ങനെ ഒഴുകി ഇന്ത്യ മഹാസമുദ്രത്തിലൂടെ ഏതോ ഒരു ഐലൻഡിൻ്റെ ഒക്കെ തീരത്തൂടെ കളിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്തല്ല ചെയ്യുന്നത്. എല്ലാ ചുഴിയിലും കറങ്ങുക ചെയ്യുന്നത്. കറങ്ങി ഫ്രാൻസിനേക്കാളും വലിയ പ്ലാസ്റ്റിക് ചുഴി, ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തെക്കാളും വലിയ പ്ലാസ്റ്റിക് ചുഴി അറ്റ്ലാന്റിക്കിൽ ഇപ്പോഴുണ്ട്. നോർത്ത് പസഫിക് ഗാർബേജ് പാത്ത് എന്ന് അതിന് പേരിട്ടത്. ആ ചുഴിയുടെ തീരത്ത് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ